ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ എന്റെ ചേട്ടൻ ആരും കൊച്ചാക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ അത് നേരിടാൻ ഞാനുണ്ടാവും മുന്നില്. മോനെ ജയ, നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് കണ്ടിട്ട് അച്ഛൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി എനിക്കൊരു ഭയവുമില്ല മോനെ. എന്റെ കാതും മനസ്സും കൊളിർത്തു മക്കളെ. കഴിഞ്ഞത് കഴിഞ്ഞ് ശോഭേ, ഇനി അങ്ങോട്ട് എന്താണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലാർക്കും ഒരു ചിന്തയും വേണ്ട ഏട്ടാ, ഒരു വിഷമം വേണ്ട അമ്മായി. ഹരിയുടെ വിവാഹം ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയുമായി നടത്തിക്കൊടുക്കൂ എന്നത് എന്റെ തീരുമാനം. ആ തീരുമാനം ഞാൻ എന്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്. കനലിൽ കൈവെച്ച് ചെയ്യുന്ന സത്യം പോലെ. ഏട്ടത്തി, ഈ ലോകം മുഴുവൻ എതിരായി നിന്നാലും എന്റെ ഏട്ടത്തിയുടെ മോന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഈ ശോഭ ഇല്ലാതാവണം. അയ്യോ, ബൈക്കിന്റെ ശബ്ദം. വലിയേട്ടൻ വന്നെന്ന് തോന്നുന്നു. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ആ വീട്ടിലുണ്ടായ സംഭവം ഇപ്പൊ ശോഭ പറഞ്ഞത് ഹരികൃഷ്ണൻ അറിയരുത്. എന്റെ നാവിന്ന് ഒരു അക്ഷരം വീടില്ല ശേഖര. എന്ന് എല്ലാവരും കേട്ടോ. ഇത് ഞാൻ ഹരിയേട്ടനോട് പറയും, ഉറപ്പാ. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ ചേട്ടാ. എല്ലാം ഇതുപോലെ മറച്ചു വെച്ചിട്ടാ ഇങ്ങനെയൊക്കെ. എങ്ങനെയൊക്കെ? ആ പെൺവീട്ടിൽ ചെന്നിരുന്ന സകല കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് ഇപ്പോ അത് എന്തായെന്നറിയാൻ വന്നിരിക്കുകയാണല്ലേ? അത് ഹരി, ഞാൻ അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛന്റെ ആ ചതിയൻ അനിയനെ കുടുംബത്തെ വിളിക്കണ്ടെന്ന്. അവിടെ ഇരുന്ന അച്ഛനും മകളും കൂടി എന്തൊക്കെയോ പെറുവിറുക്കുന്നത് കണ്ടതാ ഞാൻ. അപ്പോഴേ തോന്നി എനിക്ക്. വെറും 15 മിനിറ്റ് നേരം കൊണ്ട് ആ പെണ്ണിന്റെ മനസ്സ് ആരാണ് തകിടം മറിച്ചെന്ന് എനിക്ക് അറിയില്ലെന്നാണോ വിചാരം? ഏയ്, ആരുടെ ഫോണൊന്നും വന്നല്ല. ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാൻ ഹരിയേട്ടാ. മോനെ, നീ വർക്ക്ഷോപ്പിൽ പോകണമെന്ന് കുറെ നേരം കൊണ്ട് പറയില്ലേ? പോ, ചെല്ലേ. ഞാൻ പോവാം. ഹരിയേട്ടനോടെല്ലാം പറഞ്ഞിട്ട് പോവാം. ചേട്ടാ, അവിടെ നടന്ന എന്താന്ന് വെച്ചാ, നിനക്കെന്താ ദിവ്യദൃഷ്ടിയുണ്ടോ? ആ പരിസരത്തൊന്നും ഇല്ലാതിരുന്ന നീയാണോ പറയാൻ പോകുന്നത് അവിടെ എന്താ നടന്നെന്ന്? ചേട്ടാ, എനിക്ക് അറിയാം. നിനക്കറിയില്ല. അറിഞ്ഞാലും ഇനി നീ പറയുന്ന ഞാൻ വിശ്വസിക്കില്ല. പോരെ? എന്നാ ശരി, വിശ്വസിക്കണ്ട. ഞാനൊന്നും പറയാനും പോകുന്നില്ല. നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകളും ഇനി എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഈ ഹരികൃഷ്ണൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചിരിക്കും. അതാ കള്ളക്കൂട്ടത്തോട് പറഞ്ഞേക്ക്. ശോഭ, അവൻ ഒന്നും പറയണ്ട ഏട്ടാ. അവൻ എന്റെ ഈ കൈകളിലേക്ക് ജനിച്ചു വീണത് മുതൽ അറിയുന്നതല്ലേ ഞാൻ അവനെ. ഹരിയുടെ വിവാഹം ഞാൻ നടത്തും. അതെന്റെ ജീവിത ലക്ഷ്യം കൂടിയാ. അതിലൊരു മാറ്റവും ഇല്ല.